വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ പണ്ഡിതന്മാരുടെ കടമ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആശയം വ്യക്തമാക്കി കൊടുക്കലാണോ അതോ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി ഒരാളെ ആശയക്കുഴപ്പത്തിലാക്കിയതിൻ്റെ സന്തോഷം മറ്റൊരു പണ്ഡിതൻ എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ ഷുക്കൂർ സ്വലാഹിയുമായി പങ്കുവെക്കുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ വിളിക്കുക, അവരുമായി നേരിട്ട് സംസാരിക്കാമെന്ന് പറയുക. എന്നിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് നുണയായതുകൊണ്ടല്ലേ നിങ്ങൾ ഇതിന് തയ്യാറാകാത്തത്, ഇനിമേലിൽ ഇതും പറഞ്ഞ് നടക്കരുതേ എന്നാണ്. ഈ കാര്യം അദ്ദേഹം ആദ്യം ദറസ് നടത്തി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുജനായ അബൂ തമീം എന്ന ഐഡിയിലുള്ള സാലിഹ് കായക്കൊടിയോട് തന്നെയല്ലേ? കാരണം അഷ്റഫ് പൂനൂര് അബ്ദുൽ ജബ്ബാർ മൗലവിയോട് നേരിട്ട് ഈ കാര്യം ചോദിക്കാം, അതിനുള്ള ചിലവുകൾ അഷ്റഫ് പൂനൂര് വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാലിഹ് കായക്കൊടിയെ വിളിച്ചിട്ട് സാലിഹ് കായക്കൊടി അതിന് തയ്യാറായില്ല. തുടർന്ന് വീണ്ടും സാലിഹ് കായക്കൊടി കുപ്രചരണം നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം ഈ ദറസ് നടത്തി കൊടുക്കേണ്ടത് സാലിഹ് കായക്കൊടിക്ക് തന്നെയല്ലേ ഹനീഫ് ക ആദ്യം ഒന്ന് അനുജന് ദറസ് നടത്തി കൊടുക്കുക, അതിനുശേഷം വേണം ഷുക്കൂർ സലാഹിക്ക് ദറസ് നടത്താൻ. എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമായി, ബഹുമാന്യനായ അബ്ദുൾ റഹ്മാൻ സലഫിക്ക് ആരെയും വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ സ്വന്തം പാളയത്തിലുള്ള ഹനീഫ് കായക്കൊടിയുടെ തന്നെ ശബ്ദം ഷുക്കൂർ സ്വലാഹിയെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് ജനങ്ങളിൽ എത്തിച്ചത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്താണെന്ന് എല്ലാവരും വ്യക്തമാക്കണം. എൻ്റെ പാളയത്തിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് എൻ്റെ കയ്യിൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും പാളയം വിട്ടു പോയാൽ ഞാനിത് പുറത്തെടുത്തിടും എന്ന് ഒരു മെസ്സേജ് അല്ലേ ഇതിലൂടെ നമ്മുടെ ബഹുമാന്യനായ അബ്ദുൾ റഹ്മാൻ സലഫി നടത്തിയത്? അബ്ദുൾ റഹ്മാൻ സലഫിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സലഫിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന അബ്ദുൽ ഷുക്കൂർ സലാഹിയെ കൊണ്ട് ഹനീഫ് കായക്കൊടിയുടെ ഈ വഷളത്തരം റെക്കോർഡ് ചെയ്യിച്ച് ജനങ്ങളിൽ എത്തിച്ചതിന്റെ ഉദ്ദേശം ഇതല്ലാതെ പിന്നെ എന്തായിരിക്കും, എന്താണ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. എന്തായാലും അവർ തമ്മിലുള്ള ആ ടെലിഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക. എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് നല്ല വിശേഷം. എന്താ ഓൻ പറയണേ? അത്ര ഇപ്പൊ ആശയക്കുഴപ്പമില്ലേ? ആകാശക്കുഴപ്പത്തെ അത്രക്കല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാനല്ലാതെ പറയണേ. അത്ര ഇപ്പൊ ആശയക്കുഴപ്പമില്ലേ? ആകാശക്കുഴപ്പത്തെ അത്രക്കല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാനല്ലാതെ ഭയങ്കര ആകാശക്കുഴപ്പത്തെ അത്രക്കല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാനല്ലാതെ ഭയങ്കര ആവേശത്തിൽ വിളിച്ചതാ, ഭയങ്കര ഉഷാറ് വിളിച്ചത്, ഭയങ്കര തീവ്രമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ. മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഒരു പണി ഇതാണ് ശുക്കൂറെ. ഈ ആളുകൾ അതും ഇതും പറയുമ്പോ പറയാ, നിക്ക് ഞാൻ ഇന്നയാളെ വിളിച്ചു തരാം, അതിനെ പറ്റിയെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇന്നയാളെ വിളിച്ചു തരാം. വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ വിഷയങ്ങളാണെങ്കിലും അപ്പൊ അതായിട്ട് പറഞ്ഞ് തീർത്താലുണ്ടല്ലോ പിന്നെ ഈ കുറെ ഫിറ്റ്നകളായിട്ട് നിൽക്കും. നേരെ കോൺഫറൻസ് ഇട്ടാൽ മതിയല്ലോ എല്ലാ കാര്യം. അതെ, എല്ലാരും ഈ കോൺഫറൻസിലല്ലോ ഞാൻ തീരുമാനിച്ചതാ. അതെ, പരാതി കേട്ട ഉടനെ. അതെ, നിങ്ങൾ നിൽക്കി ഞാൻ ഇതൊന്ന് വിളിച്ചു നോക്കട്ടെ, നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാലോ, എന്നാ ഇനി ഇത് പറഞ്ഞു നടക്കുക, നിങ്ങൾ പറഞ്ഞ നോണിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നറിയാലോ. അതെ 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 അതെ. പിന്നെ വേറെന്തോ എന്നോട് ഇന്നലെ നമ്മളെന്തോ സംസാരിക്കുമ്പോൾ നിർത്തി. എന്റെ പേരെന്താ? ഖത്തറിന്ന് പറഞ്ഞ ഖത്തറിക്കാരാണ്. രാത്രി പറയാം സ്കൂളിൽ. ശരിയാ, വിളിക്കാതെ ഏതെല്ലാം പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ 5 മണിക്കൂർ ചർച്ച ഉണ്ടായിരുന്നു. ചർച്ചയാ? ഞാൻ പോയിരുന്നു, ഞാൻ വേറെ വീട്ടിൽ പോയിരുന്നു. പിന്നെ പറയാം, ഞാൻ വിളിക്കാം. വിഷയത്തിലും വല്ലതും പറഞ്ഞ വിഷയം ഇപ്പോഴും പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ആയിക്കോട്ടെ. ശരി.